പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ആരാധനാലയങ്ങളിൽ നിന്നുള്ള ശബ്ദ മലിനീകരണം ഒഴിവാക്കാൻ കർശന നടപടികളുമായി മഹാരാഷ്ട്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്. മുംബൈ നഗരത്തിലെ ആരാധനാലയങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ലൗഡ് സ്പീക്കർ പോലീസ് എടുത്തുമാറ്റിക്കഴിഞ്ഞു. ശബ്ദ മലിനീകരണത്തിനെതിരെ വ്യാപകമായ പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഈ പോലീസിന്റെ നടപടി ഉണ്ടായത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി വിവിധ മതസ്ഥാപന പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഈ തീരുമാനം കഴിഞ്ഞ ദിവസം കൈക്കൊണ്ടത്. നേരത്തെ മതസ്ഥാപനങ്ങളിൽ നിന്നുള്ള ശബ്ദ മലിനീകരണം ഒഴിവാക്കാൻ നടപടിയെടുക്കണമെന്ന് മുംബൈ ഹൈക്കോടതിയും സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കേരളത്തിലും ഇത്തരം ചില നിയന്ത്രണങ്ങൾ ആവശ്യമല്ലേ എന്ന ചോദ്യം. കേരളത്തിലും മതസ്ഥാപനങ്ങളിൽ നിന്നുള്ള ശബ്ദ മലിനീകരണത്തിനെതിരെ മുമ്പും നിരവധി പരാതികൾ ഉയർന്നിരുന്നു. ആരാധനാലയങ്ങളിലെ ആഘോഷങ്ങളുടെ ഭാഗമായി ശല്യമുണ്ടാക്കുന്ന തരത്തിൽ ഉയർന്ന ശബ്ദഘോഷങ്ങൾ മുഴക്കുന്ന പതിവ് രീതിയാണ് കേരളത്തിലും കണ്ടുവരുന്നത്. മഹാരാഷ്ട്ര സർക്കാരിൻ്റെ മാതൃകയിൽ കേരളത്തിലും സമാന നടപടികൾ വേണ്ടേ എന്ന ചർച്ചകൾക്ക് ഈ ഘട്ടത്തിൽ പ്രസക്തി ഏറുകയാണ്. നമുക്ക് ആദ്യം നോക്കാം, എന്താണ് മഹാരാഷ്ട്ര സർക്കാർ ഇക്കാര്യത്തിൽ ചെയ്ത നടപടിയെന്ന്. ഈ വർഷം ജനുവരിയിലാണ് ബോംബെ ഹൈക്കോടതി മതപരമായ സ്ഥലങ്ങളിൽ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സുപ്രധാന വിധി പുറപ്പെടുവിച്ചത്. പള്ളികളിൽ നിന്നും മദ്രസകളിൽ നിന്നുമുള്ള ശബ്ദ മലിനീകരണത്തിൽ മുംബൈയിലെ നെഹ്റു നഗർ, കുർള, ചുനഭട്ടി പ്രദേശങ്ങളിലെ റെസിഡൻസ് അസോസിയേഷനുകൾ സമർപ്പിച്ച ഹർജിയിൽ നിന്നാണ് കേസ് ആരംഭിച്ചത് എന്ന് പറയാം. ഇതോടെ മതപരമായ ആചാരങ്ങളും പൊതുജനാരോഗ്യ പ്രശ്നങ്ങളും തമ്മിലുള്ള വാദം തന്നെയായിരുന്നു ഈ കേസ്. എന്നാൽ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നത് ഒരു അത്യാവശ്യമായ മതപരമായ ആചാരമല്ല. അതുകൊണ്ട് തന്നെ മതപരമായ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ശബ്ദ മലിനീകരണം നിയന്ത്രിക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. ഒരു പരിധിവരെ ജനങ്ങൾ ക്ഷമിക്കുമെന്നും എന്നാൽ അസഹനീയമാവുമ്പോഴാണ് പരാതിയുമായി എത്തുന്നതെന്നും കോടതി നിരീക്ഷിച്ചു. കുർളയിലെ 2 പള്ളികളിൽ ഇത്തരത്തിൽ അമിതമായ ശബ്ദത്തിന്റെ അളവ് രേഖപ്പെടുത്തിയതായി പോലീസ് സത്യവാങ്മൂലത്തിൽ പറയുന്നുമുണ്ട്. പകൽ സമയത്ത് 55 ഡെസിബലും രാത്രിയിൽ 45 ഡെസിബലുമായ നിയമപരമായ പരിധി കവിഞ്ഞ് 79.4ഉം 98.7ഉം ഡെസിബൽ ആയിരുന്നു ശബ്ദമെന്നാണ് സത്യവാങ്മൂലം. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കോസ്മോപൊളിറ്റൻ നഗരമാണ് മുംബൈ. ഇതിനു പുറമെ പൊതുജനാരോഗ്യത്തിന്റെയും ക്ഷേമത്തിന്റെയും വിവിധ വശങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ ആരോഗ്യ പ്രശ്നമായി ഈ ശബ്ദ മലിനീകരണം മാറുകയും ചെയ്യും. ഇതോടെയാണ് ശബ്ദ മലിനീകരണം നിയന്ത്രിക്കണമെന്ന് ബോംബെ ഹൈക്കോടതി ഉത്തരവിട്ടത്. പിന്നാലെയാണ് മഹാരാഷ്ട്രയിലെ ഏകദേശം 1500 ആരാധനാലയങ്ങളിൽ നടപടിയുണ്ടായത്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ളതല്ല ഈ നടപടിയെന്ന് മുംബൈ പോലീസ് കമ്മീഷണർ ഡെവിൻ ഭാരതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പള്ളികൾ, ക്രിസ്ത്യൻ ചർച്ചുകൾ, അമ്പലങ്ങൾ തുടങ്ങി എല്ലാ മതങ്ങളുടെയും ആരാധനാലയങ്ങളിൽ സ്ഥാപിച്ചിരുന്ന സ്പീക്കറുകളും നീക്കം ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക നേതാക്കളുമായി ആവർത്തിച്ചുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ഈ നടപടി സ്വീകരിച്ചതെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ശബ്ദ മലിനീകരണം മൂലമുണ്ടാവുന്ന നിയമപരമായ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നീക്കം ചെയ്ത ലൗഡ് സ്പീക്കറുകൾ തിരികെ വെക്കാൻ അനുവദിക്കില്ലെങ്കിലും മതപരമായ ആഘോഷങ്ങളിൽ അപേക്ഷ നൽകിയാൽ ശബ്ദ മലിനീകരണ നിയമപ്രകാരം താൽക്കാലികമായി ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കാൻ അനുമതി നൽകും. എന്നാൽ മതിയായ ന്യായീകരണമില്ലാതെയും മുസ്ലിം മതസ്ഥാപനങ്ങളെ പ്രത്യേകമായി ലക്ഷ്യം വെച്ചുമാണ് പോലീസ് നടപടിയെന്നാരോപിച്ച് ഒരു വിഭാഗം ഹർജി സമർപ്പിച്ചതിനെ തുടർന്ന് മുംബൈ പോലീസിനും മഹാരാഷ്ട്ര മലിനീകരണ നിയന്ത്രണ ബോർഡിനും ബോംബെ ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്തായാലും ഭരണഘടനാ അവകാശങ്ങളെ മാനിച്ചുകൊണ്ട് ബോംബെ ഹൈക്കോടതിയിൽ നിന്നും വന്ന വിധി ഒരു സുപ്രധാന ചുവടുവെപ്പാണ്.